നമസ്തേ ബോസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി, ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സ്ട്രാറ്റജിയും നിങ്ങൾക്ക് ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. 2009 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓപ്ഷൻ മാത്രമല്ല, എല്ലാ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എസ്പെഷ്യലി ഓപ്ഷൻ്റെ മാത്രം സ്ട്രാറ്റജിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ, നമുക്ക് ഫോളോ ചെയ്ത് ചെയ്യുകയെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് മന്ത്ലി ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രാറ്റജി കൂടെയാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ എൻ്റെ വാട്സപ്പിന് ഡയറക്റ്റ് ലിങ്ക് ഇട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാം. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ P&L ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മൾ അതിനകത്ത് ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന നിഫ്റ്റിയുടെയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അണ്ടർലൈൻ അസറ്റ് എന്താണെന്ന് നോക്കുക. അതിനെ ബേസ് ചെയ്താണ്ട് ഓപ്ഷൻസ് പോകണം. അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് വെച്ചാൽ നമുക്ക് കോളാണോ പുട്ടാണോ എടുക്കേണ്ടതെന്നൊരു വ്യക്തത കിട്ടും. അതുപോലെ ഏത് സ്ട്രൈക്കാന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചിലർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നിഫ്റ്റിയുടെ മാർക്കറ്റാണ്, ലൈവ് മാർക്കറ്റ്. ഇതിപ്പോൾ മാർക്കറ്റ് റേറ്റ് കിടക്കുന്ന 22,375. ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഗ്രീൻ കളറിൽ അപ്പാര വരുന്ന ബൈ ചെയ്യാനുള്ളത്, റെഡ് വരുന്ന സെല്ലാണ്. അതായത് നിഫ്റ്റി ബൈയിലോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ ബൈസ് കോൾ ഓപ്ഷൻ എടുക്കുക. അതുപോലെ സെല്ല് വരുമ്പോൾ പുട്ട് ഓപ്ഷനോട്ട് പോവുക. ഇതിപ്പോൾ ഓപ്ഷൻ ബൈയിങ് ആണ്, നമുക്കിത് സെല്ലിങ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജി മാത്രമാണ് കാണിക്കുന്നത്. അപ്പം ഇതിനകത്ത് ബൈസിക്കിൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്, സിഗ്നലിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുമ്പോൾ തന്നെ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും, അലേർട്ട് വിത്ത് സൗണ്ട്. അതേ ഡീറ്റെയിൽസ് ഏറ്റവും മേളിൽ നോക്കിയാൽ നിഫ്റ്റി ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കോൾ ഓപ്ഷൻ മാത്രം നോക്കുക. അതുപോലെ സോഫ്റ്റ് ഇവിടെ റേറ്റ് തന്നിട്ടില്ലേ, 22,120. അതായത് നമുക്ക് സോഫ്റ്റ്വെയർ നിഫ്റ്റിക്ക് അത് ബൈ വന്ന റേറ്റ് ആണ് 22,120. അപ്പോൾ ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് കോൾ ഓപ്ഷൻ എന്ന് മനസ്സിലായി. 22,120 ഈ ലെവലിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അതിൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടത്. അത് ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും എടുക്കാവേ. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 22,120 നിൽക്കുന്ന മാർക്കറ്റിൽ 22,100 എന്ന് പറയുന്നത് നമ്മൾ എന്ത് വാരം അറ്റ് ദ മണിയായിട്ട് എടുക്കാം. അതുപോലെ 22,000 100-200 പോയിന്റ് താഴത്ത് എടുക്കാം. നമുക്ക് 22,000 21,900 ഒക്കെ എന്തെടുക്കാം? ഇൻ ദ മണിയിൽ എടുക്കാം. അതുപോലെ അതിൻ്റെ മേഖലയിൽ 22,200 300 ഒക്കെ ഔട്ട് ഓഫ് ദ മണി എടുക്കാം. അപ്പം നമ്മുടെ സോഫ്റ്റ് യൂസുള്ള ട്രേഡിങ്ങിൽ സോഫ്റ്റിൽ ഈ പറയുന്ന ഓപ്ഷൻ ചെയിൻ ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഓപ്ഷൻ്റെ ചെയിൻ ഓപ്പൺ ചെയ്ത് നോക്കണം. അവിടെ നമുക്ക് സിഗ്നലും കൺഫർമേഷനും ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. കാരണം ചില സമയത്ത് നിഫ്റ്റിയുടെയൊക്കെ മെയിൻ ചാർട്ടിൽ ഫേക്ക് ആയിട്ടുള്ള ട്രെൻഡ് കയറി വരും. അത് ഓപ്ഷൻ ചെയിൻ എഫക്റ്റ് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മളതിൻ്റെ പ്രീമിയം ചാർട്ട് കൂടെ ഫോളോ ചെയ്യാൻ പറഞ്ഞത്. കാരണം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടത്തിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ എക്സാമ്പിൾ 22,000 അതായത് ഇൻ ദ മണിയായിട്ട് വരും. നോക്കിയാൽ ഇവിടെയാണ് നമുക്ക് ആ സിഗ്നലിൻ്റെ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കിൻ്റെ ചാർട്ടിന് ഇതുപോലെ ബൈ സിഗ്നൽ ഉണ്ടോയെന്ന് നോക്കുക. ബൈ വന്നത് കൺഫേം ആണെങ്കിൽ എടുക്കുക. ഇവിടെ ഓൾറെഡി നമുക്ക് എന്തുണ്ട്? ഗ്രീൻ അപ്പ് ആരോ ഉണ്ട്. ഇനി ഇതെങ്ങനെ കൺഫേം എന്ന് ചെക്ക് ചെയ്യും? ആരോയ്ക്ക് ശേഷം താഴത്ത് നോക്കിയാൽ ഒരു ബാറില്ലേ, ആ ബാർ ഗ്രീൻ ആണോ നോക്കുക. ഗ്രീൻ ആണ്. പിന്നെ എന്താ നോക്കേണ്ട? പ്രൈസ് എന്ന് പറഞ്ഞാൽ ബൈസ് ആണെന്ന് നോക്കുക. ഓക്കെ, 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അപ്പോൾ ഇത് 22,000 കോൾ ഓപ്ഷനാണ്. സോഫ്റ്റ്വെയർ കാണിച്ചു തന്നിട്ടുണ്ട് ബൈ അറ്റ് 274.75. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറിയൊരു മേളിലോ ഇതിൻ്റെ താഴത്തെ പ്രൈസ് കിട്ടും. മാർക്കറ്റ് ഓർഡർ ഇടുക. അതിൻ്റെ താഴത്ത് നോക്കിയാൽ സോഫ്റ്റ്വെയർ അതിൻ്റെ എന്താണ് നമുക്ക് ഓപ്ഷൻ എന്താണ് സ്ട്രാറ്റജിയാണ്. അതായത് സെപ്പറേറ്റ് നമുക്ക് അതിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പോൾ 274.75 നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ടാർഗറ്റ് സോഫ്റ്റ്വെയറിനെ കാണിച്ചിട്ടുണ്ട് 302, 324, 346. അതായത് 3 ടാർഗറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 3ാമത്തെ ടാർഗറ്റ് വെയിറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിലിൽ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ 3 ടാർഗറ്റും അച്ചീവ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ഒരു എൻട്രി നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നോക്കിയാൽ റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് ഡയറക്റ്റ് ഒരു റീ എൻട്രി എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സിമ്പിളായിട്ട് ഒരു 10-15 മിനിറ്റുള്ളിൽ നമ്മൾ മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ ഇത് മനസ്സിലാക്കി എടുക്കാമെന്നുള്ളെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വരിക. ഓൺലൈൻ തന്നെ ഇത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.